ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ഒരു പ്രത്യേകതയാണ് പവർ റൂമും പവർ റൂമിൻ്റെ പ്രത്യേക അധികാരങ്ങളും. ആ പവർ ടീമിലുള്ള ആളുകൾക്ക് പ്രത്യേക അധികാരങ്ങളൊക്കെ അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പവർ റൂമിലേക്ക് പവർ ടീം അംഗങ്ങൾക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ, മറ്റാരും കയറാൻ പാടില്ല എന്നുള്ളത്. അത് നമ്മുടെ അതിഥിയായിട്ടുള്ള ശ്വേത മേനോൻ ഇപ്പോൾ തെറ്റിച്ചിരിക്കുകയാണ്. ശ്വേത വന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പവർ റൂമിനകത്ത് കയറണം എന്നുള്ളത്. അപ്പോൾ പവർ ടീം അംഗങ്ങൾ പറഞ്ഞു അല്ല അത് പറ്റില്ല, അങ്ങനെ കയറാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത്. ആരെയും പവർ റൂമിനകത്തേക്ക് കയറാൻ പാടില്ല എന്നുള്ളത് അവർ കർശനമായിട്ട് തന്നെ പറഞ്ഞു. ശ്വേത പക്ഷേ ഇപ്പോൾ അതേ ഗെയിമൊക്കെ കഴിഞ്ഞ് എല്ലാവരും റിലാക്സ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മെല്ലെ ആരും കാണാതെ പവർ റൂമിനകത്തേക്ക് കയറി. പുള്ളിക്കാരി ഒരു ഫണ്ണായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അകത്തേക്ക് കയറി. അകത്ത് കയറി ആ ക്യാപ്പിന് വേണ്ടി തയ്യാറാക്കിയിരുന്ന വലിയ ബെഡിനകത്തേക്ക് അങ്ങ് കടന്നു. അതുകൊണ്ട് പവർ ടീം അംഗങ്ങളെല്ലാവരും ഓടി വന്നു. എല്ലാവരും ഒരു ഫണ്ണായിട്ട് തന്നെയാട്ടോ എടുക്കുന്നത്. അവസാനം പവർ റൂമിനകത്തേക്ക് കയറി ശ്വേതയ്ക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ് പവർ ടീം അംഗങ്ങൾ. അതിന് മുന്നേ കുറേ വിറ്റുകളൊക്കെ ഉണ്ട്. അവർ 4 പേരും കൂടെ ദണ്ടൊക്കെ പിടിച്ചിട്ട് ബിഗ് ബോസിനോട് അപേക്ഷിക്കുന്നുണ്ട്. ബിഗ് ബോസ് പവർ റൂം ലോക്ക് ചെയ്യട്ടെ, പവർ റൂം ലോക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ് 2-3 തവണ പറഞ്ഞിട്ടും ലോക്കാക്കിയില്ല. അങ്ങനെ അവർ ആകെ ഇലിബ്യരായിട്ട് തിരിച്ചു വന്നു. അവസാനം ശ്വേതയെ കൊണ്ട് ഒരു പാട്ട് പാടിക്കുക, അതാണ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു. കൂളായിട്ട് ശ്വേത അവിടുന്ന് മറ്റേ കാക്കയെ കൂടെ ഇവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്നൊരു പാട്ടും പാടി സിമ്പിളായിട്ട് പുറത്ത് വന്നിട്ട് നല്ല ഗംഭീര ഡാൻസ്. നമ്മുടെ ലാലേട്ടൻ്റെ പടത്തിലെ ആലാരെ ഗോവിന്ദ എന്ന് പറയുന്ന പാട്ടും പാടി ഭയങ്കര ഡാൻസ്. എന്തായാലും ഒരു ഫൺ മൊമെൻ്റ് ആയിരുന്നു അത്.